അപ്പൊ ഗൈസ് നുനു വന്നിട്ട് പറഞ്ഞു ടൗണിൽ പോകാൻ. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, നുനുവിന്റെ കൂടെ ഡ്രസ്സും മാറ്റി അങ്ങ് ഇറങ്ങി. പിന്നെ പോകുന്ന നോക്കി വയലൊക്കെ നല്ല പച്ചപ്പായി അടിപൊളിയായി കിടക്കുന്നു. പിന്നെ അവിടെ 2-3 പിക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് എടുത്ത് കൊടുക്കുക വിചാരിച്ചു. പിന്നെ പിക്ക് എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എന്തെങ്കിലും തിന്നാനാണ്. ഗൈസ് ഫുഡ് കിട്ടാണ്ട് ഇപ്പോൾ കിടന്നുറങ്ങുന്നതാണ് ഗൈസ് തോന്നുന്നത്. അപ്പം ഗൈസ് ഞാൻ ഓർഡർ സാധനം എനിക്ക് കിട്ടി ഗൈസ്. നുനുവിന് ഇപ്പോഴും സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ നുനു വെയിറ്റിംഗില്ല. അപ്പോൾ നമുക്ക് കുടിക്കാം. സാധനം കൊള്ളാം, അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ കുടിച്ചോണ്ടിരുന്ന ഷേക്ക് ഇരന്ന് വാങ്ങി കുടിച്ചിട്ട് ഒരുമാതിരി പുച്ഛഭാവം ഗൈസ് മുഖത്ത്. എന്താ അല്ലേ, കൊടുക്കണ്ടില്ലായിരുന്നു. കാത്തിരിപ്പിന് ശേഷം സാധനം കിട്ടി ഗൈസ്. പിന്നെയും കോൾ ഓർഡർ ചെയ്ത സാധനത്തിൽ ഗൈസ്. ഇതിപ്പോൾ ഈടെ കടിക്കുമ്പോൾ ആടെ വീണു, ആടെ കടിക്കുമ്പോൾ വീട് വീണു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അവസാനം. പിന്നെങ്കിൽ ലൈമിന് ഭയങ്കര തണുപ്പ് പറഞ്ഞിട്ട് അതവിടെ എടുത്ത് വെച്ച് ഗൈസ്. പിന്നെങ്കിൽ ഒന്നും നോക്കിയില്ല, അത് ഞാനങ്ങ് എടുത്ത് കുടിച്ചു. അവിടെ നമ്മൾ നേരെ പോയി ഫാൻസിയിലേക്കായിരുന്നു. സംഭവം അലീം ഭായി എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാക്കില്ല, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി കൽപ്പറ്റയ്ക്കാണ്. അവിടെ എന്താ വെച്ചാൽ നുനുവിന്റെ എന്തോ ഫ്രണ്ടിന്റെ മാരേജോ പോലും. അപ്പം ഇങ്ങനെ എന്തോ പാർട്ടി വേറെ എന്തോ എടുക്കണം പറഞ്ഞിട്ടാണ് കൽപ്പറ്റയ്ക്ക് വിട്ടത്. എന്തായാലും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പോലെ നല്ല ടൈം എടുത്തില്ല, പെട്ടെന്ന് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിനെ കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിരിക്കുന്നു. പിന്നെങ്കിൽ വരുന്ന വഴിക്കാണെങ്കിൽ ബ്ലോക്കാണ് ഗൈസ്. ഇത് റോഡ് പണി ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്. കറക്റ്റ് ആയാലും ഒന്ന് പെടുകയും ചെയ്തു. ഫുള്ള് പൊടിയാണ്. എന്തായാലും ഫുള്ള് അവസ്ഥ. ഇനിയുടെ കുറച്ചേരം നിൽക്കേണ്ടി വരും. അപ്പം ഓക്കെ ഗൈസ്, പോട്ടെ, ബൈ ബൈ.